റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 40ാമത്തെ നിയമം സൗജന്യ ഉച്ചഭക്ഷണം അവഗണിക്കുക. ഈ നിയമം പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം സൗജന്യമായി ലഭിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു അപകടമാണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ ലോകത്ത് ഒന്നും സൗജന്യമായി ലഭിക്കില്ല. നിങ്ങൾക്ക് ഒരു കാര്യം സൗജന്യമായി ലഭിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. നിങ്ങൾ ആ രഹസ്യം മനസ്സിലാക്കണം. ഈ രഹസ്യം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന ആശയം നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ്. നിങ്ങൾ ഒരു കാര്യം സൗജന്യമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് കടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഈ കടം നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം സൗജന്യമായി സ്വീകരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സൗജന്യ കാര്യങ്ങളെ സംശയിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം സൗജന്യമായി ലഭിക്കുമ്പോൾ നിങ്ങൾ അതിനെ സംശയിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഒറ്റയ്ക്ക് നിൽക്കുക. നിങ്ങൾ ഒരു കൂട്ടത്തിൽ ആയിരിക്കുമ്പോൾ പോലും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക. ഇത് നിങ്ങൾക്ക് ഒരു നിഗൂഢ നൽകും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് സൗജന്യമായി ലഭിക്കുമ്പോൾ അതിനെ സംശയിക്കുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. ട്രോജൻ കുതിര. ഗ്രീക്കുകാർ ട്രോജൻ നഗരത്തിന് ഒരു വലിയ മരക്കുതിരയെ സമ്മാനിച്ചു. ട്രോജൻ സൈന്യം ആ സമ്മാനം സ്വീകരിച്ചു, കാരണം അത് സൗജന്യമായിരുന്നു. എന്നാൽ ആ കുതിരയുടെ ഉള്ളിൽ ഗ്രീക്ക് സൈന്യം ഒളിച്ചിരുന്നു. ഈ സമ്മാനം കാരണം ട്രോജൻ നഗരം നശിച്ചു. സിനിമ ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവർക്ക് ചില സൗജന്യ കാര്യങ്ങൾ നൽകി. ഈ സൗജന്യ കാര്യങ്ങൾ കാരണം എതിരാളികൾ ഡോണിനോട് കടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടായി. ചരിത്രം. റിച്ചാർഡ് ഒന്നാമനും ഫ്രഞ്ച് രാജാവും. റിച്ചാർഡ് ഒന്നാമൻ ഫ്രാൻസിനെ ആക്രമിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ഫ്രഞ്ച് രാജാവിന് ചില സൗജന്യ കാര്യങ്ങൾ നൽകി. ഈ സൗജന്യ കാര്യങ്ങൾ കാരണം ഫ്രഞ്ച് രാജാവ് ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം റിച്ചാർഡിന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ ഹാരി പോട്ടർ. വോൾഡ്മോർട്ട് ഹാരി പോട്ടറിനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഹാരിക്ക് ചില സൗജന്യ കാര്യങ്ങൾ നൽകി. ഈ സൗജന്യ കാര്യങ്ങൾ കാരണം ഹാരി ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം വോൾഡ്മോർട്ടിന് വിജയിക്കാൻ കഴിഞ്ഞു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം റഷ്യൻ സൈന്യത്തിന് ചില സൗജന്യ കാര്യങ്ങൾ നൽകി. ഈ സൗജന്യ കാര്യങ്ങൾ കാരണം റഷ്യൻ സൈന്യം ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം നെപ്പോളിയന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ ദി ഡാർക്ക് നൈറ്റ്. ജോക്കർ എന്ന വില്ലൻ ബാറ്റ്മാനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ജോക്കർ ഗോതം നഗരത്തിൽ ചില സൗജന്യ കാര്യങ്ങൾ നൽകി. ഈ സൗജന്യ കാര്യങ്ങൾ കാരണം ആളുകൾക്ക് ജോക്കറിനെ വിശ്വസിക്കാൻ കഴിഞ്ഞു. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം നന്ദ രാജാവിന് ചില സൗജന്യ കാര്യങ്ങൾ നൽകി. ഈ സൗജന്യ കാര്യങ്ങൾ കാരണം നന്ദ രാജാവ് ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം ചാണക്യന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ ബാഹുബലിയിലെ ബല്ലാലദേവ. ബാഹുബലിയെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ബല്ലാലദേവ ബാഹുബലിയെ പ്രകോപിപ്പിച്ചു. ഈ പ്രകോപനം കാരണം ബാഹുബലി ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം ബല്ലാലദേവക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ നാസി ജർമ്മനിയെ നേരിട്ടപ്പോൾ അദ്ദേഹം നാസി ജർമ്മനിക്ക് ചില സൗജന്യ കാര്യങ്ങൾ നൽകി. ഈ സൗജന്യ കാര്യങ്ങൾ കാരണം നാസികൾ ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം ചർച്ചിലിന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഗംഗയുടെ കുടുംബത്തിന് ചില സൗജന്യ കാര്യങ്ങൾ നൽകി. ഈ സൗജന്യ കാര്യങ്ങൾ കാരണം ഗംഗയുടെ കുടുംബത്തിന് ഡോക്ടറെ വിശ്വസിക്കാൻ കഴിഞ്ഞു.